ഹൈന്ദവാചാരമായ കാൺവഡ് യാത്ര കടന്നു പോകുന്ന വഴികളിലെ ഭക്ഷണശാലകളുടെ ഉടമസ്ഥ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ വിവാദ ഉത്തരവിന് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ ഹൃഷികേശ് റോയ്, SVN ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് സർക്കാർ നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളിൽ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനിടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഏത് തരം ഭക്ഷണമാണ് വിളമ്പുന്നതെന്ന വിവരം ഭക്ഷണശാലകൾ പ്രദർശിപ്പിക്കണമെന്ന് ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. UPയിലെ മുസാഫർ നഗർ പോലീസാണ് കാൺവഡ് യാത്ര നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏറെ വിഭാഗീയത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറെ വിഭാഗീയ മാനങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരവ് ആദ്യം പുറപ്പെടുവിച്ചത്. അതുപ്രകാരം ഓരോ ഭക്ഷണശാലകളുടെ പുറത്തും അവയുടെ ഉടമസ്ഥരാരെന്ന് വെളിപ്പെടുത്താൻ ബോർഡുകൾ പ്രദർശിപ്പിക്കണം. ഇതിനെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഉത്തരവിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. കൂടാതെ ഹലാൽ ഭക്ഷണം വിളമ്പുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. ഇതിനെതിരെ NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണിതെന്നും നാസി ജർമ്മനിയെ ഓർമ്മിപ്പിക്കുന്ന നടപടിയാണിതെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബജറ്റ് സമ്മേളനത്തിനിടെ മുന്നോടിയായി തന്നെ, അതായത് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചേർന്ന സർവകക്ഷി യോഗത്തിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. സഭയിലും ഇക്കാര്യം ഉയർത്തുമെന്നും അവർ അറിയിച്ചിരുന്നു. TMC MP മഹുവ മൊയ്ത്ര, അതുപോലെ തന്നെ പ്രശസ്ത രാഷ്ട്രീയ നിരൂപകനും ഡൽഹി യൂണിവേഴ്സിറ്റി അക്കാദമിയിലുമായ അർബുവാനന്ദ് ദത്ത, കോളമിസ്റ്റായ അഖാർ പട്ടേൽ, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എന്നിവർ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ബാക്കിയുള്ള ഉത്തരവിനെതിരെ ഹർജിയും സമർപ്പിച്ചിരുന്നു. മതപരമായ വിവേചനം ഉളവാക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഉത്തരവിനെ ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി, ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നും, അതായത് ഈ നിർദ്ദേശങ്ങൾക്കെല്ലാം പുറകിൽ വലിയൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസുകാർ തന്നെ വിഭജനം നടത്തുന്നതും ആശങ്കയുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ പറയുകയും ചെയ്തു. 2024 ജൂലൈ 18 കാൺവഡ് യാത്രയ്ക്കുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് മുസാഫർ നഗർ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഈ ഉത്തരവ് വ്യാപിപ്പിക്കുകയും ചെയ്തു. അതേസമയം തന്നെ BJP അനുകൂല മുസ്ലിം സംഘടനയായ മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്താണ് രംഗത്തെത്തുകയും ചെയ്തത്. സമുദായത്തിലുള്ളവർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് ശനിയാഴ്ച ചേർന്ന യോഗത്തിൽ പറഞ്ഞത്. പുതിയ നിർദ്ദേശമനുസരിച്ച് ഓരോ ഭക്ഷണശാലയും പെട്ടിക്കടക്കാരനും ഉടമയുടെ പേര് ഒരു ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം. ശുദ്ധമായ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നോമ്പെടുക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി എന്നാണ് BJPയുടെ വാദം. ഇതിനെയാണ് മുസ്ലിം രാഷ്ട്രീയ മഞ്ചും സപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം വ്യാഴാഴ്ചത്തെ മുസാഫർ നഗർ പോലീസിന്റെ ഉത്തരവിന് പിന്നാലെയായിരുന്നു BJP ഇത്തരമൊരു ന്യായീകരണവുമായി രംഗത്തെത്തുന്നത്. ജൂലൈ 22 യാത്ര ആരംഭിക്കുന്നത്. കാൺവഡ് യാത്ര കടന്നു പോകുന്ന പടിഞ്ഞാറൻ UP ബെൽറ്റിൽ ഉടനീളമുള്ളത് അവിടുത്തെ ജനസംഖ്യയിൽ 30 മുതൽ 40% ഉള്ളത് മുസ്ലിങ്ങളാണ്. ഈ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് മുസ്ലിങ്ങളാണ്. ഈ തീർത്ഥാടകർ കൊണ്ടുവരുന്ന കാൺവഡുകൾ എന്ന് പറഞ്ഞാൽ ജലം നിറച്ച കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറുകളെല്ലാം നിർമ്മിക്കുന്നതിലും യാത്രക്കാർക്ക് ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നതിനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. സാധാരണ ഇവരെല്ലാം ഉൾപ്പെടാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ വിവാദ ഉത്തരവ് 2 സംസ്ഥാന സർക്കാരുകൾ ഇറക്കുന്നതും ഇതുമായി രംഗത്ത് വരുന്നതും. അപ്പോഴും ആ വലിയ തരത്തിൽ NDA മുന്നണിയിൽ നിന്ന് തന്നെ പ്രതിഷേധമുണ്ടായപ്പോൾ അതിനനുകൂലിച്ചാണ് യോഗി ആദിത്യനാഥ് എത്തുന്നത്. യോഗി ആദിത്യനാഥ് എത്തുന്നതിന് പുറമെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, അതുപോലെ NDA അനുകൂല പാർട്ടികളെല്ലാം വിവാദ ഉത്തരവിനെതിരെ രംഗത്ത് വരികയും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. സഭയിൽ വരെ ഇത് പ്രശ്നമുണ്ടാക്കുമെന്ന സാഹചര്യം വരെ എത്തിയപ്പോഴാണ് കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. കോടതി വ്യക്തമായും ഇതിനെ സ്റ്റേ ചെയ്യുന്നത്. മാത്രമല്ല, യോഗി ആദിത്യനാഥും BJP തമ്മിൽ ഇപ്പോൾ ഏതാണ്ട് അത്ര രസത്തിലല്ല പോകുന്നത്. ഏത് സമയത്തും യോഗി ആദിത്യനാഥിന്റെ കസേര തെറിക്കുമെന്ന കാര്യം ഉറപ്പായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഹിന്ദുക്കളെ ഇളക്കി വിട്ട് സംഘർഷം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങളുമായി യോഗി ആദിത്യനാഥ് എത്തുന്നത്. അതിന് മുന്നോടിയായി തന്നെ കാൺവഡ് യാത്രയിലെ യാത്രക്കാർ, അതായത് ഈ തീർത്ഥാടകർ ഭക്ഷണത്തിൽ ഉള്ളി കണ്ടു എന്ന് പറഞ്ഞ് കടകൾ അടിച്ചു തകർത്ത സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനൊക്കെ തുടക്കം എന്നത് യോഗി ആദിത്യനാഥാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് യോഗി ആദിത്യനാഥിന്റെ ഈ ഉത്തരവ് ഉണ്ടാകാൻ പോകുന്നത് വലിയ കലാപങ്ങളിലേക്കാണെന്നും കലാപം ഉണ്ടാക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥിനെ തിരികൊടുക്കുകയാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. കാരണം ആദ്യം മുതലേ യോഗി ആദിത്യനാഥിനെ BJPയിലുള്ള NDAയിലുള്ള മുന്നണികൾ തന്നെ രംഗത്ത് വന്നിട്ട് പോലും യോഗി ആദിത്യനാഥ് ഉത്തരവിൽ നിന്നും പിന്തിരിയാനോ ഉത്തരവ് പിൻവലിക്കാനോ തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ കോടതിയെ സമീപിക്കുന്നതും കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നതും. ഒപ്പം തന്നെ ഈ ഉത്തരവിൽ പറയുന്നത് അങ്ങനെ ആരുടെയും പേരൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ പേരെഴുതി വെച്ചാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. യോഗി ആദിത്യനാഥിനെ കൃത്യമായി അറിയാം
പേരെഴുതി വെച്ചാൽ അതവിടെ ഏറ്റവും കൂടുതൽ 40% മേലുള്ള മുസ്ലിം സമുദായങ്ങളുടെ കടകളും പെട്ടിക്കടകളും ഹോട്ടലുകളും അടക്കം കാൺവെർട്ട് യാത്രയുടെ പേരിലുള്ള അക്രമകാരികൾ അടിച്ചു തകർക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം പേര് നോക്കി ആക്രമിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് യോഗി ആദിത്യനാഥ് തന്നെ ഇത്തരം ഒരു വിവാദ ഉത്തരവിറക്കുന്നത്. അതിലൂടെ വീണ്ടും വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും പൊട്ടിപ്പുറപ്പെടുകയും വീണ്ടും അതൊരു വലിയ സംഘർഷത്തിലേക്കും മരണങ്ങളിലേക്കും പോവുകയും ചെയ്യുമ്പോൾ അത് വെച്ച് മുതലെടുത്ത് യോഗിക്ക് വീണ്ടും അധികാരത്തിൽ വരാനും തന്റെ മന്ത്രിസ്ഥാനം നിലനിർത്താനും സാധിക്കുമെന്ന നിലപാടിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്കാണ് യോഗി ആദിത്യനാഥ് പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ വിവാദ ഉത്തരവുമായി മുന്നോട്ട് പോയത്. കോടതി തന്നെ പത്തിക്കടിച്ച് പറഞ്ഞു വിട്ടിരിക്കുകയാണ്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം, നിങ്ങളുടെ വിവാദ ഉത്തരവൊന്നും ഇവിടെ നടക്കില്ല, നാടിനെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്.